ഈ കേരളത്തിൽ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞ ഈ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ചലനം എന്താണെന്നറിയോ? ശ്രീനാരായണ ഗുരുവിൻ്റെ മഠങ്ങൾ കേരളത്തിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ആ മഠങ്ങളെല്ലാം ഗുരുവിനെ പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രങ്ങളാവുന്നു. ആ പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രങ്ങളിൽ എങ്ങനെ പ്രതിഷ്ഠിക്കണം, എപ്പോൾ പ്രതിഷ്ഠിക്കണം, ആ പ്രതിഷ്ഠയ്ക്ക് ഏത് തന്ത്രി വരണം എന്നറിയാനായിട്ട് മഹാജ്യോതിഷികളുടെ അടുത്ത് പോവുകയാണ് ഈ മഠം കമ്മിറ്റിയെല്ലാം. അവർ തീരുമാനിക്കുകയാണ് എത്ര മണിക്ക് പ്രതിഷ്ഠിക്കണം, എത്ര അഭിഷേകം നടത്തണം. ഒരു പാലഭിഷേകവും പ്രാണായ പ്രാണ പ്രതിഷ്ഠായ സ്വാഹ, ജീവായ ജീവ പ്രതിഷ്ഠായ സ്വാഹ, ബ്രഹ്മായ ബ്രഹ്മ പ്രതിഷ്ഠായ സ്വാഹ എന്നൊരു മന്ത്രവുമില്ലാതെ പുഴയെന്നൊരു കല്ലെടുത്തിട്ട് ഇതാണ് ശിവൻ എന്ന് പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞ ശ്രീനാരായണ ഗുരുവിൻ്റെ ആ പ്രതിഷ്ഠ കേരളത്തിലെ വലിയ സാംസ്കാരിക വിപ്ലവമായിരുന്നു. എന്നാ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, ഞാൻ ആ പ്രതിഷ്ഠ നടത്തിയ ആശ്രമത്തിൽ ഒരു 4 മാസം മുമ്പ് പോയി. ഞാനിത് തുറന്നു പറയാ, ഇത് സോഷ്യൽ മീഡിയയിലെ കൂടെ അയാൾ കേട്ടാൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. ആ ആശ്രമത്തിൽ പോയപ്പോ ഇവിടെ നെയ്യാറ്റിൻകര ഒരു പ്രതിഷ്ഠിച്ച ആ ക്ഷേത്രത്തിന്റെ അടുത്ത് പോയപ്പോ ആ ക്ഷേത്രത്തിന്റെ ചുമതലക്കാരനായിരിക്കുന്ന സ്വാമി എന്നോട് പറഞ്ഞൊരു വാക്ക് അതെല്ലാവരോടും അദ്ദേഹം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിഗ്രഹം ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ചതൊന്നുമല്ല, അഗസ്ത്യമുനി പ്രതിഷ്ഠിച്ച ഒരു വിഗ്രഹമായിരുന്നു. അത് പുഴയിൽ ഇങ്ങനെ അനാഥമായി കിടക്കുകയായിരുന്നു. അതെടുത്തിട്ട് ഗുരു എടുത്ത് പ്രതിഷ്ഠിച്ചു എന്നേ ഉള്ളൂ എന്ന് ആര് പറയുന്നു? അവിടെ ഇപ്പോൾ ചുമതലപ്പെട്ടിരിക്കുന്ന സ്വാമി അവിടെ വന്നിരിക്കുന്ന എന്നോടും പറയുന്നു, അവിടെ വന്ന മുഴുവൻ ആളോടും പറയുന്നു. ആലോചിച്ച് നോക്കൂ, നമ്മുടെ നവോത്ഥാനത്തിന്റെ പുനരുത്ഥാനം ഏതൊക്കെ മാർഗങ്ങളിലൂടെ എവിടെയൊക്കെയാണ് എത്തുന്നത് നിങ്ങൾ നോക്കൂ. അതുകൊണ്ട് ചരിത്രത്തിൽ നിരുത്തരവാദ സംസ്കാരമാണ്, ഭക്ഷണത്തിൽ നിരുത്തരവാദ സംസ്കാരമാണ്. ആയിരക്കണക്കിന് വർഷമായി കേരളത്തിൽ അതിജീവനത്തിന്റെ ഭാഗമായി പ്രോട്ടീൻ, സ്റ്റാർച്ച് തുടങ്ങിയ സമീകൃത ഭക്ഷണത്തിന്റെ അനുഭവങ്ങളിലൂടെ ഉണ്ടാക്കിയ ഭക്ഷണശീലത്തെ നമ്മൾ 25 വർഷം കൊണ്ട് അട്ടിമറിച്ചു കളഞ്ഞു. മിനിഞ്ഞാന്നൊരു നാട്ടിൽ ഞാൻ ഒരു പരിപാടിക്ക് പോയി. ആ നാട് ആലപ്പുഴ ജില്ലയിലാണ്, ആലപ്പുഴയ്ക്കടുത്താണ്. ആ നാട്ടിൽ പരിപാടി കഴിഞ്ഞിട്ട് എനിക്ക് ഭക്ഷണം വേണം. അപ്പോൾ ഭക്ഷണത്തിന് ഒരു ഹോട്ടൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് ബിരിയാണി പറ്റില്ല, മന്തി പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ബിരിയാണി മന്തി ഇല്ലാത്ത ഒരു സാധാരണ കേരളത്തിലെ പരമ്പരാഗതമായ ഭക്ഷണം കിട്ടാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ ബൈക്കിൻ്റെ പിറകിൽ കയറിയിട്ട് മഴയും നനഞ്ഞിട്ട് 17 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വന്നു. 17 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടി വന്നു. നമ്മുടെ ഭക്ഷണ സംസ്കാരം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. കാലത്തിനനുസരിച്ച് മാറാതെ പഴയത് തുടരണമെന്നാണോ എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരാൻ സാധ്യതയുണ്ട്. എന്താ സംസ്കാരം എന്ന് പറയുന്നത്? പഴയത് മുഴുവൻ നിഷേധിക്കുകയും പുതിയത് മാത്രം നല്ലതെന്ന് പറയുന്നതല്ല സംസ്കാരം. പുതിയത് മാത്രം ശരി, പഴയത് മൊത്തം തെറ്റെന്നും ഒരു ഭാഗത്ത്, പഴയത് മാത്രം ശരി, പുതിയത് മുഴുവൻ തെറ്റെന്നും മറുഭാഗത്ത്, പുതിയത് മുഴുവൻ തെറ്റെന്നും മറുഭാഗത്ത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു വരിയുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ജടയുടെ സംസ്കാര പനയോലക്കെട്ടൊക്കെ പൊടികെട്ടി പുഴുകുത്തി ചിതലൂറ്റി ചികയുന്നോ ചിരിവരും ചിലതിരിയുമുണ്ടെന്നോ ചിതയിലേക്ക് അവയെടുത്തെറിയൂ വേഗം. ജട പിടിച്ച സന്യാസിമാരെഴുതി വെച്ചിരിക്കുന്ന പനയോലക്കെട്ടൊക്കെ പൊടികെട്ടി പുഴുകുത്തി ചെതല് പിടിച്ചു. അതിലെന്തെങ്കിലും ഉണ്ടെന്ന് അന്വേഷിച്ച് ചികയുന്നോ? അത് കാണുമ്പോൾ ചിരി വരും. ചിലതിനിയും ഉണ്ടെന്നോ? വിഡ്ഢിത്തം. ചിതയിലേക്ക് അവയെടുത്തെറിയൂ വേഗം. എല്ലാം എടുത്ത് തീയിലിട്ട് കളയൂ എന്നാണ്. ഇത് ശരിയാണോ? അല്ല. ഇതിഹാസങ്ങളാവട്ടെ അന്ധവിശ്വാസങ്ങളാവട്ടെ, അതിൻ്റെ ഓർമ്മകൾ, അതിൻ്റെ ശേഷിപ്പുകൾ നമ്മൾ ചരിത്രപരമായി പഠിച്ചേ തീരും.
രാമായണവും മഹാഭാരതവും വായിക്കുന്നത് രാമനെ തൊഴാനും കൃഷ്ണനെ തൊഴാനും മാത്രമാണെന്ന് വാശി പിടിക്കരുത്. ഒരു സുപ്രീം കോടതി ജഡ്ജി പറയാ അമ്പലത്തിൽ വിശ്വാസികൾ മാത്രം പോയാൽ പോരെ എന്ന് സുപ്രീം കോടതി ജഡ്ജി പറയാ. അപ്പോ എനിക്ക് ചോദിക്കുവാനുള്ളത്, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ രാഷ്ട്രീയക്കാർ മാത്രം വന്നാ പോരെ? എന്തിനാ ശിവഗിരിയിലെ സ്വാമിമാര് വന്ന് ഞങ്ങൾക്ക് 4 മന്ത്രിമാര് വേണമെന്ന് പറഞ്ഞിട്ട്? എന്തിനാണ് സമസ്തയുടെ നേതാക്കന്മാര് ഞങ്ങൾക്ക് ഇത്ര മന്ത്രി വേണമെന്ന് പറയുന്നത്? എന്തിനാണ് മുജാഹിദുകാർക്കാണ് മന്ത്രിസ്ഥാനം കൂടുതലെന്ന് അവരഭിപ്രായം പറയുന്നത്? എന്തിനാണ് കാന്തപുരം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അഭിപ്രായം പറയുന്നത്? എന്തിനാണ് സുകുമാരൻ നായര് VD സതീശനെ മുഖ്യമന്ത്രി ആക്കരുതെന്ന് അഭിപ്രായം പറയുന്നത്? എന്തിനാണ് വെള്ളാപ്പള്ളി അഭിപ്രായം വരുന്നത്? അപ്പൊ മത നേതാക്കൾക്ക്, സാമുദായിക നേതാക്കൾക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാം. എന്നാൽ അമ്പലത്തിൽ ആ അമ്പലത്തിന്റെ ചിത്രപ്പണികളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ, അതിലെ കഥകളി ആസ്വദിക്കാൻ, അതിലെ ക്ഷേത്രത്തിലെ ശില്പങ്ങളെ ആസ്വദിക്കാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നാണോ സുപ്രീം കോടതി ജഡ്ജി പറയാ? ഞാൻ ആലോചിക്കുക, ക്ഷേത്രങ്ങളിൽ മാത്രമല്ല രാമന്റെ സന്നിധിയിൽ നിരീശ്വരവാദികളെ ഇരുത്തിയിട്ട് സംവാദങ്ങൾ നടത്തിയ ചരിത്രം രാമായണത്തിലുണ്ട്. ഗാർഗിയെ അറിയാമോ നിങ്ങൾ? ജാബാലെ അറിയാമോ നിങ്ങൾ? അറിയാമോ? വിഭാണ്ഡക മുനിയെ അറിയാമോ? വിഭാണ്ഡക മുനിയാണ് ആധ്യാത്മികതയിലൂടെ മകനെ സ്ത്രീകളെ കാണാതെ മോക്ഷം പ്രാപിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച ഋഷ്യശൃംഗന്റെ പിതാവ് അല്ലേ? ആ വിഭാണ്ഡക മുനിയുടെ ഋഷ്യശൃംഗന്റെയും കഥ നമ്മുടെ MT വാസുദേവൻ നായർ മനോഹരമായ ഒരു സിനിമ തിരക്കഥയാക്കിയിട്ടുണ്ട്. ഭരതൻ സംവിധാനം ചെയ്ത വൈശാലി എന്ന സിനിമ. ആ വൈശാലി എന്ന സിനിമയിൽ സിനിമാ കഥയുമായി ബന്ധമില്ലാത്തൊരു അധ്യായം, ഒരു ഭാഗമുണ്ട്. തൻ്റെ മകനെ ആകർഷിച്ചു കൊണ്ടുപോകുന്ന ആ ചെകുത്താന്മാരാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കാടിലൂടെ അന്വേഷിച്ചു പോകുമ്പോൾ ഒരു 3-4 സന്യാസിമാരിരിക്കും. അവരോട് തർക്കിക്കുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾ ആ സിനിമ ഒന്നുകൂടി ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്ക്. ആ തർക്കിക്കുമ്പോൾ വിഭാണ്ഡകൻ പറയാണ്, പിപ്പലാദന്റെ വാദങ്ങൾ ഭ്രാന്തൻ വാദങ്ങൾ. അപ്പൊ അവര് പറയുന്നു, മറ്റു സന്യാസിമാർ പറയുന്നു, ഇരിക്കൂ, ചർച്ച ചെയ്യാം. ആരാ പിപ്പലാദൻ? കണാദൻ. പിപ്പല എന്ന് പറഞ്ഞാൽ കണം. ചർവാക ശിഷ്യനാണ്. ചർവാകനാരാൻ? നിരീശ്വരവാദമാണ്. എന്തിനാണിത് ഇങ്ങനെയൊരു തിരക്കഥ അതിൻ്റെ ഭാഗത്ത് ചേർത്തത് എന്ന് ഒരു ചടങ്ങിൽ വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് MT യോട് ചോദിക്കാൻ എനിക്ക് അവസരം കിട്ടി. അന്ന് MT പറഞ്ഞ മറുപടി, ആധ്യാത്മികത നേരിടുന്ന 2 വെല്ലുവിളികൾ. ഒന്ന്, പച്ച ഭൗതിക ലോകത്തിന്റെ ലൗകികതയുടെ വെല്ലുവിളി ദേവദാസികളിലൂടെ നേരിടുന്നു ആധ്യാത്മികത. മറുഭാഗത്ത് തത്വശാസ്ത്രപരമായിരിക്കുന്ന ഭൗതികവാദം, അത് ചർവാകന്റെ ഭൗതികവാദം. അതിൻ്റെ വെല്ലുവിളിയും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഭാഗം സിനിമയിൽ ഉൾക്കൊള്ളിച്ചതെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പുരാണ കൃതികളിൽ ചർവാകന്റെ ദർശനങ്ങൾ, ചർവാകൻ എഴുതിയ ഒരു പുസ്തകവും നമ്മൾ കണ്ടിട്ടില്ല. അത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു ശങ്കരാചാര്യരുടെ കാലത്ത്. ഒന്നുപോലും ബാക്കിയില്ല. പിന്നെ നമ്മൾ എങ്ങനെയാ ചർവാകനെയും പിപ്പലാദനെയും അറിഞ്ഞത്? അത് പുരാണങ്ങളിൽ അവരുടെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള വാദങ്ങൾ വായിക്കുമ്പോഴാണ് ചർവാകനെ അറിയുന്നത്. രാമന്റെ സദസ്സിൽ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സ്ഥാനമുണ്ടായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ അടുത്ത് യുക്തിവാദികൾക്ക് സ്ഥാനമുണ്ട്, ഭൗതികവാദികൾക്ക്, നിരീശ്വരവാദികൾക്ക് സ്ഥാനമുണ്ട്. പക്ഷെ അമ്പലത്തിൽ എതിരഭിപ്രായമുള്ളവരെ കയറ്റാൻ പാടില്ല എന്ന് പറയുന്നു. എവിടുത്തെ ന്യായമാണ്? ആര് പറയുന്നു? നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞ സഹിക്കാം, RSS പറഞ്ഞ സഹിക്കാം. സുപ്രീം കോടതി ജഡ്ജി പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നു. ഇതാണ് സംവാദരഹിതമായ, ജനാധിപത്യ വിരുദ്ധമായ ഒരു സാംസ്കാരിക പരിസരം ലോകത്ത് വളരും. എന്താണ് സംസ്കാരം? ഭൂതകാലത്തിൽ നല്ലതിനെയും വർത്തമാന കാലഘട്ടത്തിലെ നല്ലതിനെയും കൂട്ടിച്ചേർക്കുവാനുള്ള കരുത്താണ് സംസ്കാരം. പഴയതിൽ തിന്മയുണ്ട്, അതിനെ വേർതിരിച്ച് നന്മയെടുക്കുകയും, പുതിയതിലെല്ലാം നന്മയാണോ? പുതിയതിൽ ഒരുപാട് തിന്മയുണ്ട്. ഉപഭോഗ സംസ്കാരം നമ്മുടെ യുവാക്കളോട് എന്താ പറയുന്നത്?
നീ ഒന്നും ചെയ്യരുത്, നീ വീട്ടിലിരുന്നിട്ട് മൊബൈൽ നോക്കിയാൽ മതി. CJP എന്ന കോക്രോച്ച് ജനതാ പാർട്ടി ബാംഗ്ലൂരിൽ ഒരു മനുഷ്യച്ചങ്ങലയ്ക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആ ചങ്ങലയിൽ റോഡിൽ ഇറങ്ങിയിട്ട് എത്ര പേരുണ്ടാകും? ചിലപ്പോൾ ഒരു ദിവസമെല്ലാം ഒത്തുചേർന്ന് നിന്നിരിക്കും. പക്ഷേ തുടർ പ്രവർത്തനങ്ങളിൽ എത്ര പേരുണ്ടാവും നമുക്ക് കാണാം. ഒന്നും ചെയ്യരുത്, നീ 5 സ്റ്റാർ മുട്ടായി തിന്നാൽ മതി. 5 സ്റ്റാർ മുട്ടായി എന്ന് പറഞ്ഞ് ഒരു ബസ് സ്റ്റോപ്പിന്റെ തൂണും ചാരി ഒരു പയ്യൻ നിൽക്കുക. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഒരു വല്യമ്മ ഭാണ്ഡക്കട്ടായി അയച്ചു നോക്കുമ്പോൾ എന്തോ ഒരു സാധനം ഉരുണ്ട് റോഡിലേക്ക് പോയി. ആ പയ്യനോട് പറഞ്ഞു, മോനെ ഒന്ന് എടുത്തതാ മോനെ. അവൻ ഈ മുട്ടായി അതിൻ്റെ ഒരു രസത്തിൽ എടുത്തു കൊടുത്തില്ല. കുറച്ചു നേരം കാത്തിട്ട് ആ വല്യമ്മ സ്വയമേവ ഇറങ്ങി റോഡിലിറങ്ങി ഈ സാധനം എടുക്കാൻ നോക്കുമ്പോൾ അവരിരുന്ന ബസ് സ്റ്റോപ്പിന്റെ മേൽക്കൂര ഡിം എന്ന് പറഞ്ഞ് താഴത്തുന്നു. ഇവനത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ അതിൻ്റെ അടിയിൽപ്പെട്ടിട്ട് ഈ വല്യമ്മ ചത്തുപോകുമായിരുന്നു. എടുത്തു കൊടുക്കാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. ആ വല്യമ്മ ആ പയ്യനോട് വന്ന് പറയാ, താങ്ക് യു മോനെ ഒന്നും ചെയ്യാത്തതിൽ, താങ്ക് യു മോനെ ഒന്നും ചെയ്യാത്തതിൽ. എത്ര മനോഹരമായ പരസ്യമാണ്. പക്ഷെ ആ പരസ്യത്തിനകത്ത് ഭീകരമായ ഒരു വിഷം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ യുവാക്കളോട് പറയുക, ദയ, കാരുണ്യം, സ്നേഹം, സഹാനുഭൂതി ഒന്നും വേണ്ട, നീ 5 സ്റ്റാർ മുട്ടായി തിന്നാ മതി. അതുകൊണ്ടാണ് അവർ വൈകുന്നേരങ്ങളിൽ വായനശാലകളിൽ പോകാതെ മരണാനന്തര ബഹുനാമധാരിയെ തേടി പോകും. മരണാനന്തര ബഹുനാമധാരി മതി. നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരണാനന്തരം ഏകതാപമേ നമുക്കുള്ളൂ. ഒന്നിക്ക് ശവം അല്ലെ മയ്യത്ത്. എന്നാൽ നമ്മുടെ കോഴിക്ക് മരണം വരെ ഒരു പേരേ ഉള്ളൂ, കോഴി. എന്നാൽ മരണാനന്തരം ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ 65, ചിക്കൻ പറന്നടിച്ച്, ചിക്കൻ ചില്ലി, ഇങ്ങനെ മരണാനന്തര ബഹുനാമധാരിയാണ് യുവാക്കളുടെ ഇപ്പോൾ ഡോപ്പമിൻ ഉണ്ടാക്കുന്ന ഫാഷൻ. അവർക്ക് ഈ ചുറ്റുവട്ടമുള്ള ലോകത്തിനോട് പ്രതികരണമില്ല. ഞാൻ ഇക്കൊല്ലം ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുയോഗങ്ങൾ ശ്രദ്ധിച്ചു, സ്ഥാനാർത്ഥിയുടെ പര്യടനങ്ങൾ ശ്രദ്ധിച്ചു. പലതും ഞാൻ വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് കേൾക്കാനിരിക്കുന്ന യുവാക്കൾ വളരെ വളരെ പരിമിതമാണ്. അവർക്ക് പ്രസംഗം കേൾക്കണ്ട, അവർക്ക് ജാഥ വിളിക്കാൻ, ഏറ്റുവിളിക്കാൻ താല്പര്യമില്ല. അവർക്ക് രാഷ്ട്രീയവാദം കുത്തിത്തിരുകിയിരിക്കുന്ന DJ-ക്ക് തുള്ളാൻ ഇഷ്ടം പോലെയുണ്ട്. എല്ലാവരും DJ നടത്തുക. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ DJ ഡാൻസ് നടന്നത്. ആ DJ ഡാൻസിൽ പാടിയത് ഒരു പാട്ടും രാഷ്ട്രീയമായിരുന്നില്ല. അപൂർവം ചില തൂക്കി തൂക്കി ചുവന്ന കരങ്ങളാലെ നിപ്പറവും തൂക്കി തൂക്കി ത്രിവർണ കരങ്ങളാ, അപ്പോഴൊക്കെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഭൂരിപക്ഷം DJ പാർട്ടികളിലും പാടിയത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ഇല്ലൂമിനാട്ടി എന്നായിരുന്നു. ഇല്ലൂമിനാട്ടി. കമ്മ്യൂണിസ്റ്റുകാരുടെ ജാഥയിൽ പോലും പാടിയത് വേൽമുരുക ഹരോഹര എന്നായിരുന്നു. വേലായുധ ഹരോഹര തളാങ്ക് തക്ക. ആരെയും തക്കാന്ന തളാങ്ക് തക്ക ഇതായിരുന്നു. എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ നിന്ന് രാഷ്ട്രീയം മാത്രം എടുത്തു മാറ്റുന്നു. അതിൽ ഡാൻസ് ഉണ്ട്, അതിൽ ജാഥയുണ്ട്, അതിൽ ഗംഭീരമായ ഭക്ഷണങ്ങളുണ്ട്. മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥി പര്യടനത്തിലും പൊതുയോഗങ്ങളിലും പ്രധാനപ്പെട്ട അജണ്ട ഭക്ഷണമായി മാറും. ഗംഭീരമായ ഭക്ഷണമുണ്ട്, നല്ല ഡെക്കറേഷനുണ്ട്, നല്ല വാഹനങ്ങളുണ്ട്, MLA-മാർക്കും നല്ല ഇന്നോവ കാറുകളുണ്ട്, സ്ഥാനാർത്ഥിയുടെ പിറകെ നല്ല ചുവന്ന ബൈക്കുകളുണ്ട്, ചുവന്ന പെയിന്റ് അടിച്ച കാറുകളുണ്ട്, പച്ച പെയിന്റ് അടിച്ച കാറുകളുണ്ട്. ഇതൊന്നുമല്ലല്ലോ രാഷ്ട്രീയം. അതായത് ഉപരിപ്ലവമായ ബാഹ്യമായ ആഘോഷാടോപങ്ങളെല്ലാം ഉണ്ട്, ആഘോഷാടോപങ്ങളെല്ലാം. എന്നാൽ ആന്തരികമായ രാഷ്ട്രീയം മാത്രം എടുത്തു മാറ്റപ്പെടുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിന്റെ സംസ്കാരം എന്താ? ഓരോന്നിൻ്റെയും സംസ്കാരം എന്താ? ഒരു തേങ്ങയുടെ സംസ്കാരം അതിൻ്റെ ചകരിയല്ല, അതിൻ്റെ ചിരട്ടയല്ല, അതിൻ്റെ കാമ്പാണ്, അതിനകത്തുള്ള വെള്ളമാണ്. എന്നാൽ ഇപ്പോൾ കാമ്പും വേണ്ട, വെള്ളവും വേണ്ട, ചകിരി മാത്രം മതി എന്ന അവസ്ഥയിലേക്ക് രാഷ്ട്രീയത്തിൻ്റെ സംസ്കാരം എടുത്തു മാറ്റുന്നു. കുടുംബ ബന്ധങ്ങളുടെ സംസ്കാരം. കുടുംബം എന്ന് പറഞ്ഞാൽ വീടാണ്, മനോഹരമായ ടോയ്ലറ്റാണ്, നല്ല
നല്ല വാഷ് ബേസിനാണ്, നല്ല അടുക്കളയാണ്, നല്ല അടുപ്പാണ്. എന്നാൽ അവിടെ വരാന്തയിൽ ഇരിക്കാൻ ആരുമില്ല. നമ്മുടെ കുട്ടികളെല്ലാം നല്ല നല്ല മാർക്ക് വാങ്ങുന്നുണ്ട്, ഫുൾ A+. വാങ്ങുന്നത് എന്തിനാ? എൻട്രൻസ് കോച്ചിങ്ങിന് ചേരാൻ. എന്നിട്ടോ ജോലി കിട്ടാൻ, ജോലി കിട്ടിയിട്ടോ ശമ്പളം വാങ്ങാൻ, ശമ്പളം വാങ്ങിയിട്ട് കൊട്ടാരം പോലത്തെ ഒരു വീടെടുക്കാൻ, വീടെടുത്തിട്ടോ അതിന് ചുറ്റുവട്ടം ആനക്ക് പോലും കടക്കാൻ പറ്റാത്ത മതിൽ കെട്ടാൻ, എന്നിട്ട് അവിടെ റിമോട്ട് കൺട്രോളിന്റെ ഒരു ഗേറ്റ് പിടിപ്പിക്കാൻ. ഈ റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് പിടിപ്പിച്ച വീട്ടുകാർക്കൊക്കെ ഭിന്നശേഷി പെൻഷൻ കൊടുക്കണമെന്ന എൻ്റെ അഭ്യർത്ഥന. കാരണം ഈ ഗേറ്റ് ഒന്ന് തുറന്നു കൊടുക്കാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ കാലുകളില്ല. ഈ കാലുകൾ എന്തിനാ? ഈ കാലുകൾ ജിമ്മിൽ പോയിട്ട് അതിൻ്റെ മേലെ ഇന്ന് സൈക്കിൾ ചവിട്ടാനല്ലാതെ ഈ ഗേറ്റിലേക്കൊന്ന് ഇറങ്ങി വരാൻ കാലുകളില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് പിടിപ്പിച്ചവർക്ക് ഭിന്നശേഷി പെൻഷൻ കൊടുക്കണം. അവിടെ ഒരുപാട് ചെടി വാങ്ങി പിടിപ്പിക്കുന്നുണ്ട്. ആര് കാണാൻ? നാട്ടുകാരെ കാണാൻ വിടൂല, മതിൽ കെട്ടി മറച്ചിട്ടുണ്ട്. വീട്ടുകാർ കാണോ? വാതിൽ തുറക്കൂല. മിക്ക വീടുകളും അടഞ്ഞു കിടക്കുന്നു. വാതിലുകൾ തുറക്കാനുള്ളതല്ല, അടക്കാനുള്ളതാണെന്ന്. അപ്പൊ വീടിന്റെ സംസ്കാരം പോയില്ലേ? അവിടെ മനുഷ്യനിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഒരു പട്ടിയെ വാങ്ങി പോറ്റുന്നു. ഭാര്യയും ഭർത്താവും സ്നേഹിക്കാൻ നേരമില്ല, മക്കളെ സ്നേഹിക്കാൻ നേരമില്ല, ആകെ പട്ടിയുടെ സ്നേഹം വേണം. അതിനുവേണ്ടി പട്ടിയെ വാങ്ങിപ്പോറ്റു. എന്നിട്ട് രാത്രി 10:30-11 മണിക്ക് ഗേറ്റ് തുറക്കും. എന്തിന്? അപ്പുറത്തെ വീട്ടിലെ സുഖമില്ലാത്ത വല്യമ്മയുടെ അസുഖത്തെപ്പറ്റി അന്വേഷിക്കാനല്ല, അതിനപ്പുറത്തെ വീട്ടിലെ പയ്യന് പെണ്ണന്വേഷിച്ചിട്ട് കിട്ടിയോന്ന് അന്വേഷിക്കാനല്ല, അപ്പുറത്തെ വീട്ടിലെ പയ്യൻ +2 കഴിഞ്ഞിട്ട് ഏത് കോളേജിലാണ് ചേരുന്നതെന്ന് അന്വേഷിക്കാനല്ല. ഇതിനൊന്നുമല്ല. 10 മണിക്ക് 10:30 ഗേറ്റ് തുറക്കുന്നത് ഈ പട്ടിയെ വിസർജിക്കാൻ കൊണ്ടുപോകാൻ മാത്രം ഗേറ്റ് തുറക്കുന്ന കുറെ കഴുതകളെ സൃഷ്ടിക്കാനാണോ ഈ ഫുൾ A+? ഈ ഫുൾ A+ അതിനാണോ? ചുറ്റുവട്ടമുള്ള സമൂഹവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു തലമുറയെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഒന്നും ചെയ്യാതിരിക്കും. അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ആ സമൂഹത്തിൽ നമുക്ക് പുസ്തക വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. പുസ്തകങ്ങൾ ചരിത്രബോധത്തിലെ മുത്തുകൾ കടഞ്ഞെടുക്കാൻ, മൂല്യബോധമുണ്ടാക്കാൻ ഒരു കരുത്താൻ. പുസ്തകം വായിക്കണമെന്ന ചിന്തയില്ലാഞ്ഞിട്ടല്ല ആരും പുസ്തകം വായിക്കാത്തത്. പുസ്തക വായനയുടെ 10 ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ആ 10 ഘട്ടങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്താം. ഇത് പുസ്തകമേളയാണ്. സമയായോ? ഓക്കെ. പുസ്തക വായന എൻ്റെ ട്രെയിനിന്റെ സമയമായി എന്നാ പറയുന്നത്. പുസ്തക വായനയുടെ 10 ഘട്ടങ്ങൾ. 1, പുസ്തകം വായിക്കാൻ തോന്നണം എന്നതാണ്. തോന്നാത്തത് ആർദ്രതയുടെ ഒരു ശൂന്യത നമ്മുടെ മനസ്സിൽ ബോധ്യപ്പെടണം. എനിക്ക് സൗന്ദര്യബോധം വേണം, എനിക്ക് വൈകാരികത വേണം എന്നൊരു തോന്നൽ വേണ്ടേ? അത് അടച്ചു വെച്ചിരിക്കുന്നു. വൈകാരിക മണ്ഡലങ്ങളെ അടച്ചുപൂട്ടിയിട്ട് ആസ്വാദ്യ മണ്ഡലങ്ങളെ, ജീവിതത്തിന്റെ സുഖങ്ങൾ അന്വേഷിച്ചു പോകുന്ന മണ്ഡലം തുറന്നു വെച്ചിരിക്കും. അതുകൊണ്ട് വായിക്കാൻ തോന്നണം. രണ്ടാമത്തത് അന്വേഷണം. ലോകത്തിൽ ഇപ്പോൾ ഇവിടെ പുസ്തകമേളയിൽ പോയാൽ പലരും വാങ്ങാണ്ട് പോകുന്നത് എന്താണെന്നറിയോ? ഒരു 100 ജന്മം ഉണ്ടാക്കിയാൽ വായിച്ചാൽ തീരാത്ത പുസ്തകം ഇവിടെയുണ്ട്. ഇതൊന്നും വായിച്ച് തീരൂല. അതുകൊണ്ട് ഒറ്റ വെപ്പ് വേണ്ടാന്ന് വെപ്പ്. ഒന്നും വായിച്ചില്ലേ പ്രശ്നമില്ലല്ലോ. ഒന്ന് വായിക്കുമല്ലേ മറ്റത് വായിച്ചില്ലല്ലോ എന്ന ടെൻഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഒന്നും വായിച്ചില്ലേ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. അതാണ്. അപ്പോ പുസ്തകങ്ങൾ വായിക്കാൻ അന്വേഷിക്കണം. എന്ത് വായിക്കണം? എവിടെ കിട്ടും? മൂന്നാമത്തത് വാങ്ങണം. പണം കൊടുത്ത് വാങ്ങണം പുസ്തകങ്ങൾ. പട്ടണത്ത് പോയിട്ട് 10,000 ഉറുപ്പ്യന്റെ പർച്ചേസ് നടത്തുന്ന ഒരു ഗൃഹനാഥൻ വീട്ടിലെ കുട്ടികൾക്ക് ഒരു 100 രൂപയുടെ പുസ്തകമെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ? അത് ശീലമുണ്ടോ മലയാളികൾക്ക്? പിന്നെ എങ്ങനെ നമുക്ക് സംസ്കാരമുണ്ടെന്ന് പറയും? ഇല്ല. അപ്പോ വാങ്ങണം. പൈസ കൊടുത്ത് വാങ്ങാം, സമ്മാനമായിട്ട് വാങ്ങാം. വായ്പ വാങ്ങാനാണ് നമ്മുടെ ഗ്രന്ഥശാല സംഘം. വായ്പ വാങ്ങാം, തിരിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. പലിശ അടക്കണ്ട. പലിശ ഇങ്ങോട്ട് കിട്ടും. എങ്ങനെ? അതിൽ അറിവും അനുഭൂതിയും ഇങ്ങോട്ട് കിട്ടും. വാങ്ങണം. വാങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് വായിക്കലല്ല, തുറക്കണം എന്നതാണ്. എല്ലാവരും പുസ്തകം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിക്കുന്നുണ്ട്. വാങ്ങിക്കണം, വായിച്ചേ തീരൂ. എന്തായാലും വായിക്കണം, പക്ഷെ വായിക്കൂല. കാരണം ഇത് തുറക്കണ്ടേ? തുറക്കണം എന്ന് പറയുന്നത് തമാശയല്ല. പുസ്തകം കിട്ടിയാൽ അതിനൊരു മുഹൂർത്തം വേണ്ട. as early as possible തുറക്കണം. അഞ്ചാമത്തത് വായിക്കണം. വായനയുടെ പകുതിയായിട്ടുള്ളൂ. വായിച്ചു കഴിഞ്ഞാൽ വിചിന്തനം വേണം.
പിന്നീട് വിശകലനം വേണം, പിന്നീട് സംസ്കരണം വേണം. അച്ചടിച്ചതെല്ലാം സത്യമാണെന്ന ധാരണ തിരുത്തണം. ആവശ്യമുള്ളത് എടുക്കുകയും ആവശ്യമില്ലാത്തത് ഒഴിവാക്കുകയും ചെയ്യണം. അതാണ് സംസ്കരണം. അത് കഴിഞ്ഞാൽ ഓർമ്മിക്കണം. വായിച്ച പുസ്തകത്തിലെ കാര്യങ്ങൾ, വരികൾ, തത്വശാസ്ത്രങ്ങൾ, സൗന്ദര്യബോധങ്ങൾ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പല അവസരങ്ങളിലും ഓർമ്മിച്ചെടുക്കാൻ കഴിയണം. 10ാമത്തത് പ്രതികരണം. വായിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങൾക്ക് വായിക്കുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടായിട്ടില്ല, പിന്നെ എന്തിനു വായിക്കും? ജീവൻ ടോണിന്റെ ഒരു പരസ്യമുണ്ടായിരുന്നു പണ്ട്. ജീവൻ ടോൺ കഴിക്കുന്നതിന് മുമ്പ്, കഴിച്ചതിന് ശേഷം. അതുപോലെ പുസ്തകം വായിക്കുന്നതിന് മുമ്പും പുസ്തകം വായിച്ചതിന് ശേഷവും ഉള്ളൊരു മാറ്റമുണ്ടാവണം. അതിനൊരൊറ്റ ഉദാഹരണം പറയാം. കേരളത്തിൽ എല്ലാ കാലത്തേക്കുള്ളൊരു മുറിവ്, ആ മുറിവ് അല്പം ഇന്ന് ഉണങ്ങിയിട്ടുണ്ട്. ആ മുറിവ് ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ മധു എന്നു പേരുള്ള ഒരു ആദിവാസി യുവാവിനെ അടിച്ചു കൊന്നുകളഞ്ഞു ഈ കേരളത്തിലെ കുറച്ച് ആളുകൾ. അവരിൽ 1-ാം പ്രതിയെ വെറുതെ വിട്ടെങ്കിലും മറ്റു പ്രതികൾക്കെല്ലാം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടുണ്ട് ഇന്ന് കോടതി. ഞാൻ ഇതിവിടെ പറയാൻ കാരണം, ആ അടിച്ചു കൊന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തനെങ്കിലും വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങൾ എന്ന നോവൽ വായിച്ചിരുന്നുവെങ്കിൽ ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ കൊല്ലരുത് എന്ന് വിളിച്ചു പറയാൻ, പ്രതികരിക്കാൻ കഴിയുമായിരുന്നു. പ്രതികരിക്കാതിരുന്നത് ഇത്തരത്തിൽ വായിക്കാത്തത് കൊണ്ടാണ്. ഭക്ഷണം മോഷ്ടിക്കുന്നത് ഒരു തെറ്റല്ല എന്ന് വിഷുപക്ഷിയുടെ പാട്ടുപാടുന്ന ആ പാട്ടെങ്കിലും കേട്ടാ മതിയായിരുന്നു അല്ലേ? കള്ളൻ ചക്കേട്ടു കണ്ടാ മിണ്ടണ്ട കൊണ്ട തിന്നോട്ടെ എന്നൊരു വായ്ത്താരിപ്പാട്ടുണ്ട്. കള്ളൻ ചക്കയിട്ടത് പണയം വെക്കാനോ ബിസിനസ് നടത്താനോ അല്ല, വിശന്നിട്ട് തിന്നാനാ. അത് കണ്ടാ മിണ്ടണ്ട, അതിൻ്റെ പേരിൽ പരാതി കൊടുക്കണ്ട, കൊണ്ട തിന്നോട്ടെ എന്ന് ആ ഒരു ധാർമ്മികത ആ വരിയിൽ ഉണ്ടായിരുന്നു. അത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഭക്ഷണം മോഷ്ടിച്ചതിൻ്റെ പേരിൽ നമ്മുടെ കേരളത്തിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ പുസ്തകം വായിച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും പ്രതികരണങ്ങൾ ഉണ്ടാവണം. ഈ 10 ഘട്ടങ്ങളിലൂടെ നമ്മുടെ സംസ്കാരത്തെ തിരിച്ചു പിടിക്കാൻ ഇത്തരം പുസ്തകമേളകൾ കരുത്തുകൊൾ തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, സംസ്കാരത്തിൻ്റെ തൈര് കടഞ്ഞ് മൂല്യബോധത്തിൻ്റെ വെണ്ണയെടുക്കാൻ വായനശാലകളും പുസ്തകങ്ങളും വായനശാല പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ഗ്രന്ഥശാല പ്രവർത്തകരും ഒറ്റ മെയ്യായി ഒറ്റ മനസ്സായി രംഗത്തിറങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഈ കാട്ടാൽ പുസ്തകമേള നിങ്ങൾക്ക് കരുത്ത് തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇങ്ങനെയൊരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോടും ഇത്ര നേരം എന്നെ കേട്ടതിന് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുന്നു. നമസ്കാരം.